ഹായ്. ഇന്ന് അല്പനേരം പ്രാർത്ഥിക്കാമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. എന്നാൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എൻ്റെ ചിന്തകൾ പെട്ടെന്ന് പല മേഖലകളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് പലർക്കും ഫോൺ ചെയ്യാൻ തോന്നുന്നത്. അപ്പോഴാണ് നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ കുടുംബത്തിലെ പല വിഷയങ്ങളെ കുറിച്ചുമുള്ള ആലോചനകൾ വരുന്നത്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ച് നമ്മൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ആ വിലയേറിയ സമയത്തെ നമ്മുടെ ചിന്തകൾ കാർന്നു തിന്നും. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടോ നിങ്ങൾക്ക്? ദൈവത്തിന്റെ വചനം പറയുന്നു, മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 4:19 പറയാം, ഈ ലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നു. നമ്മുടെ വിലയേറിയ സമയത്തെ നമ്മുടെ ചിന്തകൾ കാർന്നു തിന്ന് നമ്മളും ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ പ്രാർത്ഥനയുടെ സമയത്തെ തകർത്ത് കളയും. പ്രിയരെ, അതിനാൽ തന്നെ നമ്മൾ എപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുന്നോ അപ്പോൾ നമ്മുടെ ചിന്തകളെ നമ്മൾ വരിഞ്ഞു മുറുക്കുവാൻ പഠിക്കണം. ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയം നമ്മൾ മോഷ്ടിക്കരുത്. അത് ദൈവത്തിന് വേണ്ടി മാത്രമുള്ളതായിരിക്കട്ടെ. ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇതിനെ ഒരു മാതൃകയാക്കി തീർക്കുക. ഗോഡ് ബ്ലസ് യു.